ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവി ആണെങ്കിൽ ഇന്ന് വലിയ ആളായിട്ട് ബാലന്റെ മുമ്പിലേക്ക് ആ പേപ്പറൊക്കെ കാണിക്കാണ്. ബാലൻ പറയേണ്ട മോളെ ഇത് ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ, ബാലച്ചന് ഇംഗ്ലീഷ് അറിയില്ല, മോളെ ഇംഗ്ലീഷ് ആണല്ലോ, മോളൊന്ന് വായിച്ച് എന്താന്ന് പറയണേ. ഓ ബാലച്ച ഇത് വലിയ ആവശ്യമൊന്നുമില്ല, ഞാൻ പിന്നെ ബാലച്ചനെ കാണിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേപ്പർ ചുരുട്ടിക്കുട്ടി പുറത്തേക്ക് എറിയാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പേപ്പർ കാണാതെ അപ്പോഴും മീനാക്ഷിക്ക് അറിയില്ല, പേപ്പർ ആവാത്ത കാര്യം മീനാക്ഷി അപ്പോഴും അറിയുന്നില്ല കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവി മുറ്റത്ത് ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോ ചെടികൾ കിളിർക്കണതൊക്കെ പറിച്ചു കളയും, പുല്ല് പറിച്ചു കളയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണായിക്കോട്ടോ. അവിടേക്ക് ബാലൻ വരുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞിട്ട് എന്താ ബാലച്ച അല്ല എന്നിട്ട് ഒരു ആവശ്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, നീ അത് കണ്ടായിരുന്നു ഇത് കണ്ടായിരുന്നു, മോൾ അതൊക്കെ ചെയ്യണം കേട്ടോ, വീട്ടിലെ കാര്യങ്ങൾ മോള് ശ്രദ്ധിക്കണം. ഇപ്പൊ ഗോമതിക്ക് വീട്ടിലുള്ള ശ്രദ്ധ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അപ്പൊ മോള് വേണം ഗോമതിയുടെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അറിയാലോ, ഞാനും ഗോമതി കഴിഞ്ഞ അടുത്തത് വീട്ടിലെ ഭരണം ഏൽക്കേണ്ടത് നീയും ആനന്ദും കൂടിയിട്ടാണ് എന്ന് പറയണം. അതൊക്കെ എനിക്ക് അറിയാൻ ബാലച്ച, ഞാൻ ബാലച്ചനും അമ്മയും ചെയ്യണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്നൊക്കെ പറയാട്ടോ. ആ സമയത്താണ് ആ പേപ്പർ വീണ്ടും അവിടെ കിടക്കണത്. ഇത് ആ പേപ്പർ അല്ലേ മോളെ, ഇത് നീ കളഞ്ഞില്ലേ, ഇത് ആവശ്യമുള്ള പേപ്പർ അല്ലേ, എന്തിനാ മോൾ ഇത് ഇവിടെ മുറ്റത്തിട്ടേക്കണത്, ഇത് കളയാം എന്ന് പറഞ്ഞിട്ട് ബാലൻ അത് കീറി കളയാട്ടോ. അതെ അതെ, ആവശ്യമില്ലാത്ത പേപ്പറാണ്. അത് മോളാണ് ചുരുട്ടിക്കൂട്ടി ഇട്ടത്. ഞാൻ വെറുതെ ചുരുട്ടി അപ്പുറത്തേക്ക് ഇട്ടതാണ് ബാലച്ച, അത് ഇവിടെ തന്നെ എന്തോ കിടന്നു. ഇത് ആവശ്യമുള്ള പേപ്പറിന് വെച്ചോണ്ടിരിക്കല്ലേ മോളെ, അത് കീറി കളഞ്ഞേക്ക്, ഗോമതി മുറ്റടിക്കുന്ന സമയത്ത് കത്തിച്ചു കളഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോകുവാട്ടോ. അങ്ങനെ ആ പേപ്പർ 4-5 കഷ്ണമൊക്കെ ഇട്ട് അവിടെ കീറിയിട്ട് പോവാണ് ബാലൻ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസം രാവിലെ തന്നെ മീനാക്ഷി മുഖ്യമന്ത്രി സൈൻ ഇട്ട് ആ പേപ്പറൊക്കെ ആയിട്ട് ഓഫീസിലേക്ക് നല്ല ടിപ്പ് ടോപ്പിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരുവാട്ടോ. അമ്മേ അനുഗ്രഹിക്കണം, ഇന്ന് നല്ലൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം, മുഖ്യമന്ത്രി സൈൻ ഇട്ട പേപ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്, അതിന്റെ വലിയൊരു മീറ്റിങ്ങും അതുപോലെ തന്നെ വലിയൊരു സംഭവങ്ങളൊക്കെ ഇന്ന് നടക്കാണ്, എല്ലാവരുടെയും പ്രാർത്ഥന വേണം കേട്ടോ, എന്റെ മോള് നന്നായിട്ട് വരും എന്നൊക്കെ ഗോമതി അനുഗ്രഹിച്ചു വിടാണ്. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം, മോള് നന്നായിട്ട് വരും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ ബാലനും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവി ഓൾ ദി ബെസ്റ്റ് മീനാക്ഷി, താങ്ക് യു എടുത്തി എന്നൊക്കെ പറയണം. ഇത്രയും വേണ്ട ചേച്ചി, നന്നായിട്ട് വാ ചേച്ചി, നന്നായിട്ട് പ്രസന്റ് ചെയ്യട്ടോ, ഓക്കെ എന്ന് പറയാണ്. അല്ല ചേച്ചി ഫയൽ എടുത്തില്ലല്ലോ, അയ്യോ ആ കാര്യങ്ങൾ മറന്നു, ആകെ ഒരു ടെൻഷനെ. ചേച്ചിക്ക് ടെൻഷനോ, ചേച്ചി എല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണല്ലോ, ഇപ്പൊ എന്തോ ഒരു ടെൻഷൻ, ഒന്നും പറയണ്ട മിത്രേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണല്ലോ, അപ്പൊ ഒരു എക്സൈറ്റ്മെന്റും പിന്നെ ഒരു ത്രില്ലും പിന്നെ ഒരു ടെൻഷനും എല്ലാം ഉണ്ടാവുമല്ലോ. ശരി എന്നാ ചേച്ചി ഫയൽ എടുത്തിട്ട് പോയിട്ട് വാ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ മീനാക്ഷി അപ്പഴാണ് ഫയൽ നോക്കണത്. മീനാക്ഷി ഫയൽ നോക്കുമ്പോ കാണുന്നില്ല കേട്ടോ, ഫയൽ ഉണ്ട്, പേപ്പർ കാണുന്നില്ല. അയ്യോ ഇവിടുന്ന് പേപ്പർ എവിടെ എന്ന് പറയണം. അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ, മീനാക്ഷിയല്ലേ വിളിക്കണത്. എന്താ മോളെ, അല്ല ഈ ഫയലിൽ പേപ്പർ കാണുന്നില്ലെന്നോ, ആ പേപ്പർ എവിടെ പോവാനാ, മോൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഇല്ല അമ്മേ, ഞാനിത് ഇവിടെ വെച്ചതാണ്, ഇന്നലെ രാത്രി മുഖ്യമന്ത്രി സൈനിട്ട പേപ്പറാണ് എന്ന് പറഞ്ഞിട്ട് മിത്രനെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ തന്നെയാ വെച്ചത്. അല്ല നീ ഇത് ഇവിടെ വെച്ചിട്ട് അലമാരി തിരിച്ചെടുത്ത് വെച്ചില്ലേ? ഇല്ല അമ്മേ, പിന്നെ ഞാൻ മറന്നുപോയി. കൊള്ളാം, നല്ല ആൾക്കാരാണ്, എന്നിട്ടാണ് രണ്ടുപേരും കൂടി രാത്രി ഫുള്ള് സംസാരിച്ചിരുന്നല്ലേ ആ പേപ്പർ ഒന്നും എടുത്തു വെക്കാതെ. അല്ലെങ്കിൽ ഫാൻ എങ്ങോട്ട് പറന്നെങ്ങാനും പോയോ, താഴത്തെങ്ങാനും നോക്കാം, എനിക്ക് വയ്യ, എനിക്ക് കയ്യും കാലൊക്കെ വിറക്കുവാണ് എന്ന് മീനാക്ഷി പറയാണ്. ദേവി വരുന്നുണ്ട്. എന്താ മീനാക്ഷി പോകുന്നില്ലേ, ഫയൽ എടുത്തില്ലേ? ദേവി എടുത്ത് ആ ഫയലിലെ പേപ്പർ കാണുന്നില്ലെന്നോ, അതെവിടെ പോനാ മീനാക്ഷി, അത് എവിടെയാ വെച്ചത്? ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. മീനു ടെൻഷൻ ആവല്ലേ, അത് ഇവിടെ തന്നെ ഉണ്ടാകും, സാധാരണ ഒരു പേപ്പർ അല്ലേ, അതിപ്പോ രണ്ടാമത് ഓഫീസിൽ തരാൻ പറഞ്ഞാൽ തരില്ലേ? എന്റെ ദേവി എടുത്തത് അങ്ങനത്തെ വെറും ഒരു പേപ്പർ അല്ല, മുഖ്യമന്ത്രി സൈൻ ഇട്ട പേപ്പറാ. എന്റെ ദൈവമേ, മുഖ്യമന്ത്രി സൈൻ ഇട്ട പേപ്പറോ? എന്താ മീനാക്ഷി ഇതൊരു ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കാണല്ലോ മീനാക്ഷി ചെയ്തിരിക്കുന്നത്. ഒരു കെയർലെസ് ആയിട്ടാണ് മീനാക്ഷി ഇങ്ങനെയൊക്കെ ചെയ്യണത്. മീനാക്ഷി അവിടെ ഇരിക്കും, ഞാൻ നോക്കട്ടെ. മീനാക്ഷി ഒന്ന് കൂളായിട്ടിരിക്കും. അമ്മ മീനാക്ഷിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേ എന്ന് പറയാണ്. അതിനുശേഷം ദേവിയൊക്കെ അവിടെ നോക്കുന്നുണ്ട്. അല്ല മീനാക്ഷി, ഇതല്ല പേപ്പർ എവിടെയാ വെച്ചത്? ഇത് ഇവിടെയാ വെച്ചത്. അല്ല ആ പേപ്പർ എങ്ങനെയാ, നല്ലൊരു വലിയ പേപ്പറാണോ അതോ ചെറിയ കഷ്ണം പേപ്പറാണ്, എത്രയുള്ള പേപ്പറാണെന്ന് ചോദിക്കുമ്പോൾ അതൊരു A4 സൈസ് പേപ്പറാണോ, ഒറ്റ സിംഗിൾ പേപ്പറാണെന്ന് പറയാണ്. സിംഗിൾ പേപ്പറോ? അത് അടിച്ചു വേണ്ട സമയത്ത് ഇവിടെ നിലത്തെങ്ങാനും കിടന്ന് കിട്ടിയോ? എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഫയലിന്റെ മോളിൽ വെച്ചിട്ട് ഫയൽ അടച്ചു വയ്ക്കാൻ മറന്നു പോയെന്ന് തോന്നുന്നത്. അപ്പൊ ആകാശട്ടൻ എങ്ങനെ ഫാൻ ഇട്ടപ്പോ എങ്ങനെ പറന്നു പോയോ എന്നൊരു സംശയം. അപ്പോ താഴത്തെ എങ്ങനെയും കിടക്കുന്നുണ്ടാകും എന്ന് മിത്ര പറയാണ്. എനിക്ക് വയ്യ നോക്കാനായിട്ട് എന്ന് മീനാക്ഷി പറയുമ്പോ ദേവി മിത്ര ഇവിടെ ഒക്കെ സെർച്ച് ചെയ്യാട്ടെ. അപ്പോഴാണ് ദേവിക്ക് അത് ഓർമ്മ വരുന്നത്. ഈശ്വര, ഇനി ആ പേപ്പറാണോ ഇന്നലെ അടിച്ചുവരിപ്പ് കിട്ടിയ ആ പേപ്പർ? ദൈവമേ, അതിനെ ചുരുട്ടിക്കൂട്ടി കളഞ്ഞല്ലോ. അയ്യോ അതല്ല, ചുരുട്ടിക്കൂട്ടി കളഞ്ഞ ശേഷം ബാലചൻ അത് കീറിയും കളഞ്ഞു. എന്റെ ദൈവമേ, ഇനിയിപ്പോ അത് എന്ത് ചെയ്യും എന്ന് കാണിച്ച ദേവി ഇനി ഇരിക്കുകയാണ്. എന്താ മോളെ, എന്താ എന്ന് ഗോമതി ചോദിക്കുമ്പോ ഒന്നുമില്ലമ്മേ, അത്രയും വലിയൊരു പേപ്പർ കാണാതായാലും എന്ന് ആലോചിച്ചിട്ട് വിഷമിച്ചു പോയതാണ്. മീനാക്ഷി, ഇനി ആ പേപ്പർ ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന് ദേവി ചോദിക്കുമ്പോ ഇല്ല എടുത്തി, ആ പേപ്പർ ഇല്ലെങ്കിൽ എന്റെ ജോലി പോയിന്ന് കൂട്ടിയാൽ മതി. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന കാണിച്ച് ദേവിക്കാകെ ടെൻഷൻ ആവട്ടോ. ഒരു സെക്കൻഡ്, ഇപ്പൊ ഒരു അപ്പുറത്തെ റൂമിലൊക്കെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവി പതുക്കെ അവിടെ നിന്ന് മുങ്ങുവാട്ടോ.
ശേഷം അപ്പുറത്തെ പോയി റൂമിൽ പോയിട്ട് ബാലനോട് പറഞ്ഞു, ബാലച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കണം. എന്താ എന്താ മോളെ? ബാലച്ചി ഇന്നത്തെ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ, ഇന്നലെ ആ വേസ്റ്റ് പേപ്പർ അല്ലേ? എന്റെ ബാലച്ചത് വേസ്റ്റ് പേപ്പർ അല്ല, അതോ മുഖ്യമന്ത്രിയുടെ സൈൻ ഉണ്ടായ പേപ്പർ ആണെന്ന്. അതാ ഇന്നലെ ചുരുട്ടിക്കുട്ടി ഞാൻ കളഞ്ഞത്. ബാലച്ചി കീറിയും കളഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ സൈൻ ഇട്ട പേപ്പറോ? എന്ത്, ഇന്നലെ വായിച്ച ആ പേപ്പറോ? അതിലും നമ്മൾ സൈൻ ഒന്നും കണ്ടില്ലല്ലോ മോളെ. അതിൽ എന്തൊക്കെയോ ഒരു ഒപ്പ് ഉണ്ടായിരുന്നു വെച്ചാ. അത് മുഖ്യമന്ത്രിയുടെ ഒപ്പാണെന്ന് എനിക്കറിയാവോ? ഞാൻ നോക്കിയപ്പോ അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഒരു നോട്ടീസ് ആയിരിക്കും വെച്ചിട്ട് അത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ എന്ന് ബാലൻ ചോദിക്കുമ്പോ, അത് കിട്ടില്ലെങ്കിൽ മീനാക്ഷിയുടെ ജോലി വരെ പോകുമെന്നാ പറയണത്. കഷ്ടമല്ലോ മോളെ. എന്നാൽ നമ്മൾ മുറ്റത്തില്ല അത് വലിച്ചത്, നമുക്കൊന്ന് നോക്കിയാലോ? ചിലപ്പോ സൈൻ ഇട്ട കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിച്ചു വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയാലോ? അതൊക്കെ ഒട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് വല്ല കരാറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെങ്ങനെ കീറിക്കല്ല പിന്നെ അത് അസാധുവായി പോയില്ലേ ബാലച്ച? എന്തായാലും അത് കിട്ടിയില്ലെങ്കിലും അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം മോളെ. കാരണം ആ പേപ്പർ കീറിക്കളഞ്ഞത് നമ്മളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് മീനാക്ഷിയാണ് ആള്. മീനാക്ഷിക്ക് പിന്നെ ഇത് മതി. അത് ബാലച്ചൻ പറഞ്ഞ ശരിയാണ്. ബാലച്ചൻ നമുക്ക് ഇന്നലെ കീറിയെടുത്ത് പോയി അന്വേഷിച്ചു നോക്കിയാലോ? ആ ശരി മോളെ എന്ന് പറയണം. അങ്ങനെ അവർ അന്വേഷിക്കുമ്പോ ബാലൻ കുറെ കഷ്ണങ്ങളായിട്ട് കീറിയുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ബാക്കി കഷ്ണങ്ങൾ അവിടെ ഇവിടെ കാറ്റത്ത് പറന്നു പോയിട്ടോ. അങ്ങനെ മിത്രയും ഗോമതിയും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കാഴ്ച കാണുന്നത്, പുറത്ത് 2-3 കടലാസിന്റെ കഷ്ണം കാണുവാണ്. അത് നോക്കുന്ന മിത്ര ഞെട്ടിപ്പോണം. കാരണം മിത്രന് ഈ പേപ്പർ ഇന്നലെ തന്നെ മീനാക്ഷി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, മിത്രക്ക് അറിയുമ്പോ ഈ പേപ്പർ കാണുമ്പോൾ അത് മുഖ്യമന്ത്രി സൈൻ ഇട്ട കഷ്ണം തന്നെയാണ് മിത്രയുടെ കയ്യിൽ കിട്ടുന്നത്. അമ്മേ ഓടി വാ എന്ന് പറഞ്ഞിട്ട് ഗോമതിനെ വിളിക്കണം. എന്താ മോളെ ഇത് നോക്കിക്കേ, ആ പേപ്പർ തന്നെയാ ഈ പേപ്പർ. ഏത് പേപ്പർ? മീനാക്ഷി ചേച്ചി അന്വേഷിക്കുന്ന പേപ്പർ. അയ്യോ, ഇതാരാ ഇങ്ങനെ കയറി കളഞ്ഞത്? എനിക്കറിയില്ല അമ്മേ. ഈശ്വര, മീനാക്ഷി ഇത് കണ്ട തകർന്നു പോകുമല്ലോ എന്ന് പറയാണ്. നീ ഇപ്പൊ മീനാക്ഷിയുടെ അടുത്ത് പറയണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് ഗോമതി പറയാണ്. അങ്ങനെ മീനാക്ഷിയുടെ ഫോണിലേക്ക് മെയിൽ വരുവാണ്. മീനാക്ഷി എത്രയും പെട്ടെന്ന് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ മീനാക്ഷിയുടെ ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് വരുവാട്ടോ. അപ്പൊ മീനാക്ഷി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് മിത്ര പറയുന്നുണ്ട് മീനാക്ഷി അടുത്ത്, ഇങ്ങനെ വിഷമിക്കല്ലേ, ആ പേപ്പർ ഇപ്പൊ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്തെടുക്കാനൊക്കെ പറ്റുമോ? ഇല്ല മിത്ര എന്താ പറഞ്ഞത്? മിത്രക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞ് കാണിച്ചതല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ട് മീനാക്ഷി അടുത്ത്. ആ പേപ്പർ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായെങ്കിൽ നമ്മൾ ഒരിക്കലും ആ പേപ്പർ ഇവിടെ വെക്കരുതായിരുന്നു. അലമാറിൽ വെച്ചിട്ട് പൂട്ടണമായിരുന്നു അലമാര. എന്ത് പറയാനാ, ഇന്നലത്തെ ആ ഒരു ആകാംക്ഷയിൽ ഞാൻ ആ പേപ്പർ ഇവിടെ തന്നെ വെച്ചു. അത് ഫയൽ മൂടി വെക്കാനും മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? മേഡത്തിനോട് സംസാരിച്ചാലോ? വീണ മേഡത്തിനോട് സംസാരിച്ചിട്ട് മേഡം ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ അത്ര വിശ്വാസം ചെയ്തുകൊണ്ടല്ലേ എന്റെ കയ്യിൽ തന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് മീനാക്ഷിക്ക് ആകെ തല കറങ്ങുവാണ്. അപ്പോഴേക്കും നമ്മുടെ മിത്ര ആകാശിനെയും ആര്യനെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. അങ്ങനെ ആര്യനും ആകാശൊക്കെ വരുന്നുണ്ട്. എന്താ പ്രശ്നം ചോദിക്കുമ്പോ ഈ പേപ്പർ കാണുന്നില്ല. അപ്പൊ മീനാക്ഷി അടുത്ത് പറയണ്ട, പുറത്തിങ്ങനെ പേപ്പറിന്റെ കഷ്ണം കിടക്കണ കണ്ടു. കഷ്ണോ? പേപ്പർ കഷ്ണമൊക്കെ കണ്ടിട്ട് ഇവിടെ കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലല്ലോ, ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആര്യം പറയാട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയൊക്കെ കൂടി നമ്മുടെ ദേവീനെയും അതുപോലെ ബാലിനെ പൊരിക്കാൻ പോകുന്ന ഭാഗമായിട്ട് ഇനി കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.